അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതായി സൂചന വരുന്നു. എന്നാൽ ഹെലികോപ്റ്റർ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാണെന്ന് അറിയുന്നു. 60 അംഗ സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. മെറിൻ മേരി ചാക്കോ, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെ വിവരങ്ങളാണ് ലേറ്റസ്റ്റ് ആയി നമുക്ക് ലഭിച്ചത്? അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. തെരച്ചിൽ ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. എന്നിരുന്നാലും ഹെലികോപ്റ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ ഹെലികോപ്റ്ററിൽ നിന്നും സിഗ്നൽ ലഭിച്ചതായിട്ടും വിവരം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു താപ ഉറവിടം, ഒരു സോഴ്സ് ഓഫ് ഹീറ്റ് കണ്ടെത്തിയതായി തുർക്കി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടമാകാമെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഇറാന്റെ 60 അംഗ സംഘമാണ് ഇപ്പോൾ ഈ ദുർഘടമായ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. അസർബൈജാൻ അതിർത്തിയോട് ചേർന്ന ജുൽഫ എന്ന വനമേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കേണ്ടി വന്നത്. ഒരു ഡാം ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞ് ഡാം ഉദ്ഘാടന ശേഷം മടങ്ങുകയായിരുന്ന ഈ സംഘമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. പ്രസിഡന്റിനോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ അസർബൈജാന്റെ പ്രവിശ്യ ഗവർണറും ഈ ഹെലികോപ്റ്ററിലുണ്ട്. ഇവർ സഞ്ചരിച്ച ഈ ഹെലികോപ്റ്ററിൽ ഈ ജുൽഫ വനമേഖലയിലാണ് തകർന്നു വീണത്. മോശം കാലാവസ്ഥ, കനത്ത മഞ്ഞാണ് ആ മേഖലയിലുള്ളത്. മാത്രമല്ല, വനമേഖലകളാണ്, മലനിരകളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇത് തന്നെയാണ് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സഹായത്തിന് ലോകരാജ്യങ്ങൾ രംഗത്തെത്തിക്കഴിഞ്ഞു. അമേരിക്ക, റഷ്യ അതുപോലെ തന്നെ തുർക്കിയും ഇപ്പോൾ രക്ഷാസംഘത്തെ അയച്ചു കഴിഞ്ഞു. പ്രത്യേക പരിശീലനം നേടിയ 47 അംഗ സംഘത്തെയാണ് ഇപ്പോൾ റഷ്യ അയച്ചിരിക്കുന്നത്. എല്ലാ മേഖലകളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഓൾ ടെറൈൻ വെഹിക്കിൾസ് ആണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്നത്. വിദഗ്ധ സംഘമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്കായി പ്രാർത്ഥിക്കണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഇപ്പോൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഇതനുസരിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ തടിച്ചുകൂടി പ്രസിഡന്റ് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഇറാൻ ടെലിവിഷന്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന മറ്റു പരിപാടികളെല്ലാം തന്നെ നിർത്തിവെച്ചിട്ട് പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥനകളാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ തത്സമയ വിവരങ്ങളും ഇപ്പോൾ ടെലിവിഷനുകളിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ ഭരണത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. പ്രസിഡന്റിനെ സുരക്ഷിതമായി ഞങ്ങളുടെ രാജ്യത്ത് തിരിച്ചെത്തിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞ സംഭവത്തിൽ കടുത്ത ദുഃഖമെന്ന് തന്നെയാണ് UN സെക്രട്ടറി ജനറൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റിനായുള്ള തെരച്ചിൽ 12 മണിക്കൂറിലധികമായി ഇപ്പോൾ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ കനത്ത വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടെയും ഇപ്പോൾ തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. SKN. താങ്ക് യു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോയാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വളരെ ദുരൂഹമായി തന്നെ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഹെലികോപ്റ്റർ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഉത്കണ്ഠയുടെ മുൾമുനയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ ലഭിക്കുമ്പോൾ തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും 24 നടത്തിയിട്ടുണ്ട്. നമുക്കൊപ്പം തന്നെ തുടരുക.